ചോറ് തിന്നൽ ലൈവ്. നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചില്ലേ? ഞാൻ വെറുതെ ലൈവ് വന്നിട്ടാണ്, പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്ന സാധനം മീന്, ചിക്കൻ, ചില്ലി ചിക്കൻ. അതാണ് ചോറിനെ കൂടി കൂട്ടുന്നത്. പിന്നെ ബിന്നി ചേച്ചിയുടെ ബ്രോക്കോളി ചിക്കൻ. ഓ ഐ ലൈക്ക് ഇറ്റ്. തിന്നട്ടെ. ബ്രോക്കോളി ചിക്കൻ, ക്യാരറ്റ് ഉണ്ട്, ബ്രോക്കോളി ഉണ്ട്, പിന്നെ ചിക്കനും ഉണ്ട്. കിടക്കട്ടെ കിടക്കട്ടെ, കണ്ണിനൊക്കെ നല്ലതാണ് ബ്രോക്കോളി. ആണല്ലേ? നാളെ തന്നെ അത് ജ്യൂസ് അടിച്ച് കുടിക്കണം. അങ്ങനെയല്ല. ഇപ്പോൾ നൂബൻ ചേട്ടൻ അവിടെ നെയിലാർട്ട് നോക്കി ഭംഗി എടുത്തോണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്. ബിന്നി ചേച്ചി ബായ് കോട്ടേക്ക എന്നാ വന്ന് കഴിക്ക്, വിശക്കുന്നുണ്ടെന്ന് പറയാനായിട്ട്. നെയിലാർട്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എന്താ ഭക്ഷണം ഉള്ളിലോട്ട് ഇറങ്ങത്തില്ലേ? അല്ലേ? അപ്പൊ പറയാം എല്ലാവർക്കും സുഖല്ലേ? ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിങ്ങനെ ഫൺ വീഡിയോസൊക്കെ ഇടും. ആരൊക്കെ കിങ് ഓഫ് ബിഗ് ബോസ് എന്നൊക്കെ പറയണ്ടല്ലോ. അലീന പുല്ലൂക്കാരൻ ഹലോ. ഇത്രയും കൂടുതൽ എവിടെ ഒരാഴ്ച ഉണ്ണിക്കുടവേർ ഇനിയും കൂടും. അതാണോ അമ്മു. പിന്നെ ഈ ഹരി ഞാൻ വിളിച്ചല്ലോ. ഹായ് നവ്യം. അല്ലേ കിങ് ഓഫ് ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട്. ട്രിവാൻഡ്രമാണ്. ഞാനിപ്പോൾ തിരുവനന്തപുരത്താണുള്ളത്. ട്രിവാൻഡ്രല്ല, തിരുവനന്തപുരം. നിങ്ങളെല്ലാവരുടെയും ഇഷ്ടപ്പെട്ട, അതായത് എൻ്റെ ഇഷ്ടപ്പെട്ട നൂബിൻ ചേട്ടൻ എന്നാണ് എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കി തന്നത്. നമ്മൾ ഇന്ന് ശംഖുമുഖത്തായിരിക്കും ഗായ്സ്. അയ്യേ ഗായ്സ്, ഞങ്ങൾ ഇത് നോക്കിയിട്ട് ഒരു ഹായ് പറയൂ. എൻ്റെ യൂട്യൂബ് ലൈവാണ്. എന്താ അയ്യോന്ന്? എനിക്ക് ഫാൻസിന്റെ അയ്യരകളിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പം എൻ്റെ സ്വന്തം ഫാൻ കൊണ്ടാണ് ഞാൻ നടക്കാറ്. എനിക്ക് ഇവരുടെ ഫാനിന്റെ ആവശ്യമുള്ളൂ. ഞാൻ ഫുള്ള് ലൈവാണ്, ഫുള്ള് ഓണാണ് യൂട്യൂബ്. തീർച്ചയായിട്ടും രക്ഷപ്പെടുത്താം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? പിന്നെന്താ അതെ, ഷീജ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ടുട്ടുവമ്മ വന്നേ. ടുട്ടുവമ്മ ഉണ്ട് കേട്ടോ ഇവിടെ. നെയിലാട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ടുട്ടുവമ്മ. അല്ലേ അക്ബറിനെ കാണണം. അച്ചാർ എന്താ അച്ചാറ്? മീനച്ചാറാണോ? വേണ്ട, സോറി. ഞാനിപ്പൊ മീനച്ചാറ് ചെമ്മീനച്ചാറ് മാത്രമേ കഴിക്കാറുള്ളൂ. ഓ വിഭവ സമൃദ്ധമായിട്ടുള്ള ഫുഡ് തന്നിട്ട് ഇവരെന്നെ മയക്കി നിർത്തിയേക്കുന്നത്. എനിക്കത് ഇഷ്ടമല്ല. ലെഗ് ചിക്കൻ്റെ ലെഗ് ഞാൻ പിടിക്കുമ്പോൾ എനിക്ക് അതിനെ കൊല്ലുന്ന സീനൊക്കെ ഓർമ്മ വരും. അതുകൊണ്ട് ഞാൻ ചിക്കൻ്റെ ലെഗ് കഴിക്കാം. ഞാൻ ഓർക്കും, എനിക്ക് സങ്കടം വരും. എന്നാ എക്കെമ്മിൽ പോകുന്നത് അഞ്ജൂസ്. ഞാൻ നാളെ തന്നെ പോകും. സാബുമാനെ കൂടിയിട്ടായിരിക്കും പോകുന്നത്. പിന്നെ അത് ഈ സാധനം ഉണ്ടാവും കൂടെ. ഞാൻ ഫ്രണ്ട് സീറ്റിലിരിക്കും. ഓൾറെഡി ബുക്ക്ഡ്. ഇതാ മീനാട്ടോ.
നല്ല മീൻ. കളറ് പിടിക്കുമല്ലോ. മീനൊന്നും അതൊക്കെ തരാടാ. 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാലും കുഴപ്പമില്ല. ഇതിപ്പ ചെയ്തത് ഫ്രഷാ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, അതായത് എന്തുകൊണ്ടാണ് ആൾക്കാർ കെട്ടണ്ടെന്ന് പറയുന്നത്. അതെ, ഇപ്പൊ കെട്ടിയില്ലെങ്കിൽ ഇപ്പൊ നീ ഇപ്പം വീട്ടിലുണ്ടെങ്കിൽ പെമ്പിള്ളാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ കഷ്ടപ്പാട് നമുക്കല്ലേ അറിയൂ. എന്താ നീ പറയുന്നത്? ഞാനോ? പിന്നല്ലാതെ ഞാൻ അവളുടെ നേരെ നെയിൽക്കട്ടർ എടുത്തോണ്ട് വന്നിട്ട് അവളുടെ നഖം വെട്ടിക്കളയും. എന്നിട്ട് പറയും ഇനി കഴിച്ചോളാം പറയും. അതേ ഞാൻ ചെയ്യുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ശംഖുമുഖത്തേക്ക് പോകുന്നു. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ലൈവിൽ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനായിട്ടുള്ളൊരു എന്താ പറയുക, ബുദ്ധിശക്തി എനിക്കില്ല. കാരണം അമ്മാതിരി മെസ്സേജസ് ആണ് തുരുതുരാ വരുന്നത്. അതുകൊണ്ട് എൻ്റെ കണ്ണിൽ കാണുന്നത് മാത്രം ഞാൻ പറയുന്നുണ്ട്. പിന്നെ എന്താണ് നെവിൻ കാറ്റ് ബ്രോയുടെ പ്രൊമോഷനൊക്കെ എടുക്കട്ടെ. എൻ്റെ യൂട്യൂബ് ഇവിടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ വൈറലാവും. രണ്ടേക്ക് വേണം. ഓക്കെ, അപ്പോൾ സന്തോഷം. എൻ്റെ യൂട്യൂബ് ചാനലിൽ ലൈവ് പോയിക്കുന്നുണ്ട്. ഈ പാവങ്ങൾ രണ്ടും മിണ്ടുന്നില്ല. അതായത് ഇപ്പൊ അക്ബർ ഖാൻ വിളിക്കുന്നുണ്ട്. എന്തിനാ വിളിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഗായ്സ്, അക്ബർ ഖാൻ എന്റെ യൂട്യൂബ് ലൈവ് ആണ്. ഒരു ഹായ് പറ. എന്റെ യൂട്യൂബ് ലൈവില് പറ എങ്ങനെയുണ്ട് എന്റെ യൂട്യൂബ് ലൈവില്? കണ്ടോ, അക്ബറിനെ പറ്റി ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ. കണ്ടോ എങ്ങനെയുണ്ട്? ഇപ്പൊ ഫുൾ ടൈം ഞാനിപ്പോ യൂട്യൂബിലാ. ഫുൾ ടൈം. ഓ, ഗ്ലാസ് വെക്കുന്ന പോലും. വെക്ക് 2 വാക്ക്, 2 വാക്ക്. എല്ലാവിധ ആശംസകളും നെവിന്റെ എല്ലാ ഫാൻസിനും. നെവിൻ വേറെ ലെവലാണ്. ബിഗ് ബോസ് സീസൺ 7 വിന്നർ ആവാൻ യോഗ്യത ആളാണ് നെവിൻ. ഹലോ, താനിങ്ങനെ എന്നല്ലോ പരമദ്രോഹി ബിഗ് ബോസിൽ വെച്ച് പറഞ്ഞത്. ഹൗസിൽ വെച്ചിട്ട് ഇത് ഒരിക്കലെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ. എന്റെ വീട്ടിലാണ് ആക്ച്വലി അതിനെ അങ്ങനെ ഒഴിവാക്കി. എനിക്ക് എന്റെ ഫാൻസ് ആണ് എനിക്ക് വരുന്നത്. അപ്പം ഈ വരുന്നതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാണ്ടിരിക്കല്ലേ. ഞാൻ 24/7 ലൈവാണ്. നാളെ വരും നാളെ. ഞാൻ ഒരാഴ്ച വന്നിട്ട് ഞങ്ങള് വളർത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ താങ്ങുന്നില്ല, ബഡ്ജറ്റിൽ നിൽക്കുമെന്ന് തോന്നില്ല. വീടിന്റെ ആധാരം കൊണ്ടുപോയി പണയം വെക്കും. കേക്കുന്നില്ല. പിന്നല്ല അത് തൂവല്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ പറഞ്ഞോണ്ട് മാത്രമാണ് ഞാനിപ്പം വീഡിയോ ചെയ്യുന്നത് തന്നെ. ബിഗ് ബോസ് മെയിനാർക്ക് വേണ്ടി 24/7 ഞാൻ ലൈവില് വരണമെന്നോ? ഫുള്ള് വൈറലാണ്, ഒരു രക്ഷയില്ല. ഫുള്ള് വൈറലാണ്. ഞാൻ വെക്കാട്ടോ. ബൈ.